കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന ബോസിന്റെ മുഖം ഒന്ന് പിളിഞ്ഞിരിക്കുന്നേ. ബോസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണിമംഗലം കാട്. ബോസ് അവിടുന്ന് നേരെ ഇടപ്പള്ളി പള്ളി. ബോസ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് റിസർവ് ബാങ്ക്. ബോസ് അതിന്റെ തൊട്ടടുത്താണ് രായപ്പന്റെ ചായക്കട. ആ ചായക്കട ചെന്ന് ഒരു 3 പൊറോട്ട ശക്കല ആച്ചാർ മേടിച്ചോണ്ട് വാടാ. ഞാൻ ബാങ്ക് കൊള്ളയടിക്കാനായിരിക്കും. ബാങ്കോ? നീ പോയി സാധനം വാങ്ങിച്ചോണ്ട് വാടാ. എനിക്ക് കാളിറങ്ങിപ്പോൻ പേടിയാ. എടാ നിന്റെ കയ്യിൽ തോക്കല്ലേ ഇരിക്കുന്നത്? എനിക്കതിന് വെടിവെക്കാൻ അറിയാമോ? ഒന്ന് പതുക്കെ പറ. എടാ നമ്മൾ കൊള്ളക്കാരാണെങ്കിലും നമുക്ക് നല്ല ആത്മധൈര്യം വേണം. അണ്ടർസ്റ്റാൻഡ്? ദൈവമേ, മൂട്ടി കുത്തിയ പൊട്ടുന്ന തോക്കോ? ഇങ്ങനെ ഒരു തോക്കുണ്ടായിരുന്നു? ഇത്രയല്ലായിരുന്ന? അയ്യോ, ഒന്ന് പൊട്ടിയപ്പോഴേ ബോധം കേട്ടോ. അവിടുന്ന് ബോസ് ചത്തില്ലായിരുന്നു. അപ്പൊ നീ എന്റെ ശവം കാണാനാണോ ഇങ്ങോട്ട് കയറി വന്നത്? ബോസേ, ഇന്നലെ ആനക്കൊമ്പ് വെട്ടാൻ പോയിട്ട് ആനക്കൊമ്പ് കിട്ടിയില്ലേ? എടാ, ഇന്നലെ ഞാൻ ഒരു ആനക്കൊമ്പ് വെട്ടാൻ പോയി. ഒരു ആനക്കൊമ്പ് ഞാൻ വെട്ടുകയും ചെയ്തു. അന്നേരം മറ്റേത് വെട്ടിയില്ലേ? എടാ, മറ്റേ കൊമ്പിലിരുന്നല്ലേ ഞാൻ ഈ ആനക്കൊമ്പ് വെട്ടിയത്. അയ്യോ, അന്നേരം അത് വെട്ടാൻ വയ്യായിരുന്നോ? ശരിടാ, ഇരിക്കും കൊമ്പ് ആരെങ്കിലും വെട്ടുവോടാ മണ്ട. എടാ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ആ കൊമ്പ് ഒരു ആനയുടെ മോന്താണ് ഞാൻ ചിരിച്ചിരിച്ച് ഉപ്പാട് വന്നുപോടെ. ആനയുടെ ഒരു ഭാഗം പിടിയാന്, മറ്റേ ഭാഗം കൊമ്പനാനായിട്ടിരിക്കുന്നത്. ബോസ്, എനിക്കൊരു സംശയം. ചന്ദനം കടത്താൻ പറ്റിയ ടൈം ഏതാ? ഒരു 6:30-7 മണി. അതെന്ത് 7 മണി? ഇവിടെ 7 മണിക്കാണ് ദീപാരാധന തുടങ്ങുന്നത്. അപ്പൊ എല്ലാരും കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ സൈഡിൽ കൂടെ വന്ന് തട്ടത്തിന്ന് ചന്ദനം എടുത്തോളം പൊക്കോളണം. ചന്ദനക്കുറി തുടർന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ചന്ദനത്തടി മോട്ടിക്കുന്ന കാര്യം. ഇവിടെ ഇന്നലെ കട്ടൻ കാപ്പി അനത്താൻ വേണ്ടി ശാലം കൊന്നക്കമ്പ് എടുത്തപ്പോ ഫോറസ്റ്റുകാർ മരത്തിൽ കെട്ടിയിട്ട് അറിഞ്ഞാൻ മുറിഞ്ഞാൻ തല്ലിയതറിയോ? ഇനി ചന്ദൻ തന്നെ എടുത്താ അവർ തലയുടെ മണ്ട ചന്ദനത്തിൽ കത്തിച്ചു. ചന്ദനത്തിൽ കത്തിക്കുന്ന മുമ്പ് എനിക്ക് ഭാര്യ മക്കളെ ഒന്ന് കാണാൻ പോകണം. കൊല്ലക്കാരെ അങ്ങനെ ഭാര്യ മക്കളെ കാണാൻ കൂടാ. ബോസിനപ്പം ഭാര്യയില്ലേ? അപ്പൊ നീ കാര്യം അറിഞ്ഞില്ലേ? ഇല്ല. നീ പറയാം. എടാ, ഇന്നാൾക്കേ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പം അപ്പുറത്തെ രഘുവും എന്റെ ഭാര്യയും കൂടെ ഇങ്ങനെ ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിച്ചാൽ പറഞ്ഞ് ഷോക്ക് അടിച്ചപ്പം നമ്മുടെ കൃത്രിമ ശ്വാസം കൊടുക്കാൻ വന്നേന്ന് പറഞ്ഞാ. കൃത്രിമ ശ്വാസം കൊടുക്കുന്നതിന് എന്താണ് തെറ്റ്? കൃത്രിമ ശ്വാസം കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. കറണ്ട് ഇല്ലാത്ത എന്റെ വീട്ടിൽ നിന്ന് എവിടുന്നാണ് അത് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സൊരു പെടച്ചലാണ്. ബോസ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നോ? അവരെ ബോസിന്റെ ഹൗസ് ഒരു പവർ ഹൗസ് ആക്കിക്കൊണ്ടിരിക്കുവായിരിക്കും. ഞാൻ എന്റെ ഹൗസിൽ പോവാ. പവർ ഹൗസ് ആണോ? അയ്യോ അല്ലെന്ന്, പിന്നെ എന്റെ വീട്ടിൽ ഭയങ്കര ബാധയുടെ ശല്യം ഇല്ലേ? ബാധയോ? പിന്നെ അതെന്നെ ബാധയടാ. ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി എന്നെ കാണുമ്പോ എന്റെ പെണ്ണും മുളക്കി അങ്ങ് ബാധയാകും. ഞാൻ തിരിച്ചു വരുന്ന അവളെ ബാധ പോകും. അതെന്നാ ബാധേതാവേ? എന്റെ ബോസേ, കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ആണോ? ഇന്നേ വരെ 1 മിനിറ്റ് പോലും അവൾ എന്നെ അടുത്തിരുത്തത്തില്ലെന്ന്. എടാ, അവളെ കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിക്കാനാണ് നീ അങ്ങോട്ടെന്ന്. അയ്യോ, അത് എങ്ങനാ ബോസേ? 3 മക്കളെ കാണുമ്പോ എനിക്കത് പറ്റത്തില്ല. ഓ, ഒരു ദിവസം രാത്രി ഞാൻ മുറിയിൽ നിന്ന് നോക്കിപ്പോണ്ടല്ലോ, ഒരു നെല്ല് അങ്ങോട്ട് പോയി, വേറൊരു നെല്ല് ഇങ്ങോട്ട് പോയി. അപ്പൊ നീ അങ്ങോട്ട് പോയി? ഞാൻ 3 മക്കളെ കൊണ്ട് മൂലയിലോട്ട് പോയി. അപ്പൊ നീ ഭാര്യയെ പിടിച്ച് അടുത്തിരുത്തില്ലേ? അവളെന്നെ അടുപ്പിക്കത്തില്ലല്ലോ ബോസേ. മൈ മിസ്റ്റേക്ക്. കണ്ടിന്യൂ. എങ്ങനെയെങ്കിലും ബോസ് ഈ ബാധയൊന്ന് ഒഴിപ്പിച്ച് തരണം. നീയേ ഒന്നും പേടിക്കണ്ട. ഞാൻ താണ്ട ഈ എഴുതി തരുന്ന സാധനം കൊണ്ടുപോയി വീടിന്റെ 4 സൈഡിലും അങ്ങ് സ്ഥാപിച്ചാ മതി. തകടാണോ എഴുതി തന്നത്? അത് തകടല്ലടാ, അതാണ് CCTV ക്യാമറ. ഇത് വെച്ച് കഴിഞ്ഞ ബാധ പോകുന്നത് കാണാൻ പറ്റുമോ? അത് വെച്ച് കഴിഞ്ഞ ബാധ പോകുന്നതും വരുന്നതും ബാധയുടെ ഒരു വിളയാട്ടം തന്നെ നീക്ക് അവിടെ കാണാൻ പറ്റും. എങ്ങനെയെങ്കിലും സ്വാമി വന്ന് കൂടുപത്രം ചെയ്ത് ഈ ബാധയൊന്ന് ഒഴിപ്പിച്ച് തരണം. ശരി, ഞാൻ ഇന്ന് തന്നെ താങ്കളുടെ ഇല്ലത്തേക്ക് അങ്ങോട്ട് വരവായി. എന്താ സ്വാമിയാണോടാ? കൊള്ളക്കാരനല്ലേ? നിനക്കറിയോടാ? ഈ സർക്കാര് 2 ലക്ഷം രൂപയാണ് ഈ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത്. ഈ തലയ്ക്കോ? എന്റെ അമ്മയാണ്, നീയാണ്, ഈ തോക്കാനാണ്. ഞാൻ നോക്കിട്ട് കൂടി പോയി 250 രൂപ കിട്ടും. എടാ, ചൂർത്തലയ്ക്ക് ഇതിനെക്കാട്ടിലും വില ഉണ്ടല്ലോ. അത് ചൂരത്തല, ഇത് വീരുത്തല. നീ അതെല്ലാം എന്റെ പൊന്നളിയാ. ഇങ്ങ് വാ സുഹൃത്തെ, സാഷ്ടാംഗം നമിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. വില്ലേജ് ഓഫീസർ സുജയാദായി തൂക്കും പറഞ്ഞോട്ട് തൂക്കിയാടാ. തൂക്കി. അതാണ് ബോസിനെക്കാളും 20 കിലോ കൂടുതലുണ്ട്. എടാ, നീ എന്തിനാടാ പോയത്? ത്രാസറ്റ് തൂക്കാനല്ല പറഞ്ഞ, കിഡ്നാപ്പ്.
അയ്യോ അത് ഞാൻ രാവിലെ ചെയ്തില്ലേ. രാവിലെ ചെയ്തോ? പിന്നെ ഒരു അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. എടാ അവർക്ക് റൂട്ട് അറിയാമോടാ? ഞാൻ റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ടെന്ന്. ഷൂടാ, അപ്പൊ നമ്മുടെ റൂട്ടൊക്കെ അവര് കണ്ടുപിടിക്കത്തില്ലേ? കണ്ണ് കെട്ടിട്ടുണ്ട് ബോസേ. എടാ മണ്ട, കണ്ണ് കെട്ടി എങ്ങനെയാടാ വഴി കാണുന്നത്? മണ്ടം ബോസേ, റോഡ് കാണാൻ വേണ്ടി മാത്രം ഞാൻ 2 കിളുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. നീ മിടുക്കടാ. താങ്ക് യു. നീ ഒരു കാര്യം ചെയ്യ്, ഈ 2 കിളുത്തിയുള്ള സാധനം വെച്ചൊന്ന് നോക്കിക്കേടാ അവരെവിടെ വന്നെന്ന്. അടിപൊളി അടിപൊളി. എന്നാടാ മയിലാടാ? സുജാത മാടത്ത് ഇത്ര അടുത്ത് കാണുന്ന ആദ്യമായിട്ടാ. ഇതിൽ കൂടെ അവര് കേക്കത്തില്ലേ? അടുത്തല്ലല്ലോ, ഇത് ഒരുപാട് ദൂരെയാണ് ഉണ്ടാവുകയെ. മണ്ടം ബോസേ, തിരിച്ചു വെച്ച് നോക്ക്. അയ്യോ എടാ, അത് മാഡം മാത്രമല്ലടാ, പോലീസുകാരും ഉണ്ട്. ബോസ് ആണല്ലേ? എന്റെ തലയിൽ വിടറാ. ബോസിന്റെ തല എനിക്ക് വേണം. എന്തിന്? ബോസിന്റെ തല കൊടുത്ത 2 ലക്ഷം രൂപ എനിക്ക് കിട്ടത്തില്ലേ? അയ്യോ, പാല് കൊടുത്ത് കഴിക്കല്ല, കൊത്തുവല്ലടാ പുല്ലേ.